കാലങ്ങൾ കുറേയായി, അതായത് ഇന്ത്യയാണ് സീറോ കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. ഇത് ആദ്യം കേൾക്കുമ്പോഴത്തൊക്കെ ഇതൊക്കെ ശരിയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോഴാണ് മനസ്സിലായത് വെറും ആന പൊട്ടത്തരവും ആന മണ്ടത്തരവുമാണ്. അതായത് നിങ്ങൾ ഞാനീ പറയുന്ന ഇമാജിനേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഗ്രീക്കുകാരൻ്റെ ഒരാൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അയാളുടെ ഒരു മേശയുടെ ഇതിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അയാളുടെ മുമ്പിൽ ഒരു ആപ്പിൾ ഇരിപ്പുണ്ട്. തൊട്ടപ്പുറത്തിരുന്ന ആൾ, ഈ ആപ്പിൾ മുമ്പിലിരുന്ന ആൾ, അയാളുടെ തലയൊന്ന് തിരിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന ആൾ ഈ ആപ്പിൾ അങ്ങോട്ട് എടുത്ത് മാറ്റി. പക്ഷേ ഈ ആപ്പിൾ മുമ്പിൽ വരുന്ന ആൾ ആ തല തിരിച്ച് നോക്കുമ്പോഴത്തേക്ക് അയാൾക്കൊന്നും ഫീൽ ചെയ്തില്ല. കാരണം എന്താ? ആപ്പിൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് അയാൾക്കറിയില്ല. അയാളുടെ മെമ്മറി അപ്പോഴേ അടിച്ചുപോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു നേരത്തെ ഉണ്ടായിരുന്നൊരു സാധനം അത് ആബ്സെൻ്റ് ആകുമ്പോൾ, അവിടുന്ന് മാറ്റിക്കഴിയുമ്പോൾ ആബ്സെൻസിനെ തിരിച്ചറിയാനുള്ള കഴിവ് ഗ്രീക്കുകാർക്കില്ലായിരുന്നു, റോമൻകാർക്കില്ലായിരുന്നു, അറേബ്യൻകാർക്കില്ലായിരുന്നു, ശ്രീലങ്കക്കാർക്കില്ലായിരുന്നു. ബാക്കി ഒരു നാട്ടുകാർക്കും അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ മുമ്പിലിരുന്ന സാധനം നമ്മളൊന്ന് ശ്രദ്ധ തിരിഞ്ഞ് മാറുമ്പോൾ വേറെ ആൾ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ മെമ്മറി അപ്പോഴേ ക്ലാഷ് ചെയ്യും. അതായത് നേരത്തെ അവിടെ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മയിലേ വരത്തില്ല. അതുകൊണ്ട് ശൂന്യത എന്ന് വിളിക്കപ്പെടുന്ന ഈ സീറോ എന്ന് പറഞ്ഞ അവസ്ഥ നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. ഇന്ത്യക്കാർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം അവർക്ക് ഓർമ്മ വരും, ഇവിടെ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അവിടെ ആപ്പിൾ ഇല്ലല്ലോ. അപ്പോൾ ഉടനെ ചോദിക്കും, ഇവിടെ ഇരുന്ന ആപ്പിളെന്ന് ചോദിക്കും. പക്ഷേ ബാക്കിയുള്ള രാജ്യക്കാർക്ക് ഇത് അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ആ ചോദ്യം തന്നെ ചോദിക്കില്ല. കാരണം അവർക്ക് ആബ്സെൻസ് എന്താണെന്ന് അറിയത്തില്ല. അവർക്കറിയില്ല ആബ്സെൻസ് എന്താണെന്ന്. റോമാക്കാരനറിയില്ല, അറേബ്യൻസിനറിയില്ല, ഗ്രീക്കുകാർക്കറിയില്ല. ലോകത്തുള്ള ഒരാൾക്ക് പോലും തൻ്റെ മുമ്പിലിരുന്ന ആപ്പിൾ ആരെങ്കിലും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അറിയാനേ പറ്റില്ല. എന്ന് വെച്ചാൽ അത് അനുഭവിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ അവിടെ ആപ്പിൾ ഇരുന്ന മെമ്മറി അപ്പോഴേ അടിച്ചു പോകും. ഇത്രയും വലിയ പൊട്ടത്തരം ഈ ഇന്ത്യയിലുള്ള ജനങ്ങളെ മുഴുവൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഒരു കാര്യം ഉണ്ടായിരുന്നതിൻ്റെ ആബ്സെൻസ് കാണിക്കുന്ന ആ തത്വം അത് ഞങ്ങളാണത്ര കൊണ്ടുവന്നത്. എന്തൊരു വിഡിത്തരമാണോ പറയുന്നത്? ഒരു പോയിന്റ്. അപ്പോൾ ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യം, ഉണ്ടായിരുന്നൊരു കാര്യം അവിടുന്ന് ആ സ്പേസിൽ നിന്ന് മാറ്റുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് ആബ്സെൻസ്. അല്ലാതെ നേച്ചറിൽ ആബ്സെൻസ് എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ എൻ്റെ റൂമിൽ ഇവിടെ കുറേ ആബ്സെൻസ് ഞാൻ കാണുന്നുണ്ടല്ലോ, വസ്തുക്കൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതല്ലോ എന്ന് ചിന്തിക്കും. നിങ്ങൾ ശ്വസിക്കുന്ന വായു അത് ഒരു വസ്തുവാണ്. 3 അവസ്ഥയിലാണ് വസ്തുക്കളുള്ളത്: ദ്രവം, ഖരം, വാതകം. അതായത് ഈ 3 അല്ലാത്ത ഒരവസ്ഥ ഈ പ്രപഞ്ചത്തിലില്ല. അപ്പോൾ അതുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഉണ്ട് കേട്ടോ, ഉണ്ട്. എവിടെ? അത് നിങ്ങൾക്ക് കാണാനോ അനുഭവിക്കാനോ പറ്റത്തില്ല. കഥ പറയാം, ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഈ ആബ്സെൻസ്. അല്ലാതെ ആബ്സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോൾ ഫെനോമിന പ്രപഞ്ചത്തിലില്ല. നേരത്തെ ഉണ്ടായിരുന്നൊരു വസ്തു ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്കത് പറയാം. അങ്ങനെയാണ് ആബ്സെൻസ് എന്ന് പറയാം. അല്ലാണ്ട് അവിടെ പൂർണ്ണമായിട്ടും ആബ്സെൻസ് ഇല്ല. ആപ്പിളിൻ്റെ ആബ്സെൻസ് ഉണ്ട്. ഇപ്പോൾ അവിടെ ഇരുന്ന ആ മേശ ഒരാൾ പൊക്കിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ മേശയുടെ ആബ്സെൻസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന റെഫറൻസ് വെച്ചിട്ടാണ്, റിലേറ്റീവായിട്ടാണ് പറയുന്നത്. അല്ലാതെ മേശ ഇരുന്ന സ്ഥലത്ത് ഇപ്പം മുഴുവൻ ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞാൽ മേശയാണ് അവിടെ ആബ്സെൻറ്റ്. പക്ഷെ അവിടെ വായു ഉണ്ട്, അതിൻ്റെ താഴെ തറ കാണാം. ഇനി തറ എവിടെ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുമോ? തറ മാറ്റിക്കഴിഞ്ഞാൽ ഭൂമി കാണാം. പിന്നെ ഭൂമി തുറന്നു പോകുന്നതോറും ഭൂമി തന്നെ കാണത്തുള്ളൂ. അപ്പോൾ ആബ്സെൻസ് എന്ന് പറയുന്നത് റിലേറ്റീവാണ്, ആ ടെർമിനോളജി. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ലോകത്ത് ആർക്കും അറിയില്ലായിരുന്നു, ഇന്ത്യക്കാർക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. തൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു സാധനം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അയാൾക്ക് മാത്രമേ തോന്നുള്ളൂ, അവിടെ ഒരു ആബ്സെൻസ് ഉണ്ടെന്ന്, ആപ്പിളിൻ്റെ. വേറെ ലോകത്തുള്ള ഒരു മനുഷ്യർക്ക് അത് കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവിലായിരുന്നു, പൊട്ടന്മാരായിരുന്നല്ലോ. ഇത്രയും വലിയ മണ്ടത്തരം ഈ നാട്ടിലെ ആൾക്കാരെ മുഴുവൻ വിശ്വസിപ്പിച്ചിട്ട് സീറോ കണ്ടുപിടിച്ച ഞങ്ങളാണ് അത്രയും. ഇനി അടുത്തത്, ഇനി സീറോക്ക് വേണ്ടി വരക്കുന്ന ചിത്രം റൗണ്ട്. നിങ്ങളൊന്ന് നോക്കൂ, ഞാൻ ഇട്ടിരിക്കുന്ന ചിത്രത്തിൽ നോക്ക്. ഭൂമിയിൽ ഗ്രീക്കിലിരിക്കുന്ന ഒരാൾ സൂര്യനെ നോക്കുമ്പോൾ അയാൾക്ക് ത്രികോണാകൃതിയാണ് കണ്ടുകൊണ്ടിരുന്നത്. റോമയിൽ നിൽക്കുന്ന ആൾക്കാണെങ്കിലോ അയാൾക്ക് ചതുരത്തിലേ കാണുള്ളൂ സൂര്യനെ അല്ലെങ്കിൽ ചന്ദ്രനെ. ഇനി ശ്രീലങ്കക്കാരനാണെങ്കിൽ അയാൾക്ക് വേറെ പപ്പായയുടെ ഷേപ്പിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇനി അന്റാർട്ടിക്കയിൽ നിൽക്കുന്ന ഒരാൾക്കാണെങ്കിലോ അല്ലെങ്കിൽ ഐസ്ലാൻഡിൽ നിൽക്കുന്ന ഒരാൾക്കാണെങ്കിലോ അയാൾക്ക് കണ്ടുകൊണ്ടിരുന്ന വേറെ എന്തോ ഷേപ്പാണ്, എനിക്കിത് പറയാൻ പറ്റില്ല. ഇങ്ങനെ മറ്റുള്ള രാജ്യക്കാരെല്ലാവരും സൂര്യനെയും ചന്ദ്രനെ നോക്കുമ്പോൾ അവർക്ക് വേറെ ആകൃതികളാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ത്യക്കാരെ നോക്കുമ്പോൾ കറക്റ്റ് വൃത്താകൃതി ആയിരിക്കും. അങ്ങനെയാണ് ആ വൃത്തം കണ്ടുപിടിച്ചത്. വൃത്തം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇന്ത്യക്കാരനാണ് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്.
അപ്പോൾ ആ ഷെയ്പ്പ് എന്ന് പറയുന്ന സാധനം അത് ഇന്ത്യക്കാരൻ ഇവിടെ നിന്നിട്ട് നമ്മൾ ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വൃത്തമായിട്ടേ കാണുള്ളൂ. സൂര്യനും ചന്ദ്രനും ഒക്കെ വൃത്തത്തിലാണ്. പക്ഷെ ബാക്കി ലോകത്തുള്ള എല്ലാ മനുഷ്യരും, എല്ലാ ജീവികളും, എല്ലാ ജനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അവർ ത്രികോണാകൃതി, ചതുരാകൃതി, പെൻറ്റഗണാകൃതി, പപ്പായയുടെ ആകൃതി, പിന്നെ വേറെ എന്തെങ്കിലും ആകൃതി ഉണ്ടോ? ഇങ്ങനെ പോകുന്ന പല ആകൃതികളിലേ കാണത്തുള്ളൂ. എന്തൊരു മണ്ടത്തരമാണത്. അപ്പോൾ ആ വൃത്തം എന്ന് പറയുന്ന സങ്കല്പം നമ്മളുടെയാണോ? യൂണിവേഴ്സലാണ്. എല്ലാവർക്കും കണ്ടാലും അത് വരക്കാൻ പാടില്ലേ? അതുപോലെ തന്നെ അത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് ആ വൃത്താകൃതിയിൽ വരക്കാനും ഇന്ത്യക്കാർക്ക് അറിയാൻ പാടുള്ളായിരുന്നു. ബാക്കിയുള്ളവർ ഇനി അഥവാ കണ്ടെന്ന് വിചാരിച്ചു അവരെങ്ങനെ വരച്ചാലും ത്രികോണമായി പോകും. ഇതെന്ത് ഇങ്ങനെ വരക്കാൻ പറ്റില്ല? നമ്മൾ വരക്കുമ്പോൾ ഇതെല്ലാം വേറെ 3 ആംഗിളുള്ളതാണല്ലോ വരുന്നത്, 3 കോണുള്ളതാണല്ലോ വരുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ വരക്കുമ്പോൾ പപ്പായുടെ ഷേപ്പായി പോകും, ചില ആൾക്കാർ വരക്കുമ്പോൾ ചതുരത്തിലായി പോകും. കഷ്ടം, നമുക്ക് വരക്കാൻ പറ്റുന്നില്ല. ആ ഇന്ത്യക്കാർക്ക് മാത്രമേ ഇത് വൃത്തം വരക്കാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് ആ വൃത്തം വരക്കാനുള്ള കഴിവുള്ളൂ. ഇത്രയും വലിയ പൊട്ടത്തരം വിശ്വസിക്കുന്ന ഇന്ത്യക്കാർ. ഇനി അടുത്തത്, വൃത്തം എന്ന് പറയുന്ന ആകൃതി ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ആകൃതി നമ്മുടെ കോൺട്രിബ്യൂഷനാണ് അല്ല. ആബ്സെൻസ് എന്ന് പറയുന്ന ആശയം നമ്മളുടെയാണോ? അല്ല, അത് യൂണിവേഴ്സലാണ്, എല്ലാവർക്കും അനുഭവിക്കാം. ഇനി അടുത്തതാണ് നിങ്ങൾ സൺ എക്ലിപ്സോ മൂൺ എക്ലിപ്സോ നടക്കുമ്പോൾ ഉള്ള ചിത്രം. അതിൻ്റെ അകത്താണ് ശരിക്കും നമ്മൾ ശൂന്യത എന്ന് പറയുന്നത് അനുഭവിക്കുന്നത്. എല്ലാ എക്ലിപ്സ് നടക്കുമ്പോഴും നമ്മൾ എന്താ അനുഭവിക്കുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന സൂര്യൻ ഇപ്പോൾ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഈ ആബ്സെൻസിനെ കാണിക്കാനായിട്ട് ഒരു വൃത്തം വരച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് കൊടുക്കുന്ന പരിപാടി, അതായത് അവിടെ ഇല്ല, ഒന്നുമില്ല എന്ന് കാണിക്കുന്ന ആ സിംബോളജി സൺ എക്ലിപ്സും മൂൺ എക്ലിപ്സും കണ്ടിട്ടാണ് ലോകത്തുള്ള ആൾക്കാർക്കെല്ലാം അറിയാതെ. അതിനെയാണ് ആബ്സെൻസ് എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ അത് സിംബോളജി ആയിട്ട് നമുക്ക് ഭൂമിയിലെ ഉള്ള കാര്യങ്ങളെ, ആബ്സെൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ഏറ്റവും നല്ല സിമ്പിൾ ഈ സൺ എക്ലിപ്സാണ്, മൂൺ എക്ലിപ്സാണ്. ഇതെന്താ ലോകത്താർക്കും അറിയാൻ പാടില്ലേ? ഇന്ത്യക്കാരന് മാത്രമേ സൺ എക്ലിപ്സ് കാണാൻ പറ്റുള്ളൂ. ഈ സൺ എക്ലിപ്സ് കാണുമ്പോൾ എന്താണ്? അതിൻ്റെ ചുറ്റും ഒരു വൃത്താകൃതിയിൽ വരും, നടുക്ക് ഹോളോയാണ്, ഒന്നുമില്ല. ഈ പറയുന്ന ഐഡിയയാണ് വൃത്തം എന്നുള്ള രീതിയിൽ വരുന്നത്. അതെല്ലാവർക്കും അറിയാതെ. ലോകത്തുള്ള ഏത് കുഞ്ഞിന് പോലും കണ്ടറിഞ്ഞൂടെ ഇത്? അയാൾക്ക് വരക്കാൻ പറ്റില്ല ഇത്. എന്നിട്ട് വരച്ചിട്ട് അയാൾ എന്തെന്ന് പറയും? ഇപ്പം അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല. അപ്പോൾ അതിനെ ആബ്സെൻസ് എന്ന് വിളിക്കും. ഈ ചിഹ്നം തന്നെ വരുന്നത് അവിടെ നിന്നാണ്. എന്നാൽ ഇന്ത്യക്കാരന് മാത്രമേ ഈ സൂര്യനെയും ചന്ദ്രനെയും കാണാനും പറ്റുള്ളൂ. ഇന്ത്യക്കാരന് മാത്രമേ അത് വൃത്തത്തിൽ വരക്കാൻ കഴിയുള്ളൂ. ഇന്ത്യക്കാരന് മാത്രമേ ഈ സൺ എക്ലിപ്സ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചുറ്റും ഒരു വൃത്തവും നടുക്ക് ഇരുട്ടുമായിട്ട് കാണുന്നത്. ഇതൊക്കെ ഇന്ത്യക്കാർക്കേ പറ്റുള്ളൂ. വേറെ ലോകത്തുള്ള ആൾക്കാർക്ക് കാഴ്ചയില്ലായിരുന്നു. എന്തൊരു വിഡ്ഢിത്തരം. ഇനി അടുത്തത്, ഞാൻ വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ട് വരച്ചിരിക്കുന്ന ഗമാത്രികമായിട്ടുള്ള രൂപം. അതായത് ഭൂമിയിൽ ഇന്ത്യക്കാർക്ക് മാത്രമേ വൃത്തം വരക്കാൻ അറിയാൻ പാടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ വൃത്തങ്ങൾ വരച്ച് ഒരു വൃത്തത്തിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന, അങ്ങനെ 7 വൃത്തങ്ങളും, മൊത്തം 12 വൃത്തങ്ങളുണ്ട് അതിനകത്ത്. 13 വൃത്തങ്ങളുണ്ട്. ഈ 13 വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വൃത്തങ്ങളെ ഡിവൈഡ് ചെയ്യുന്ന രീതി അത് ഇന്ത്യക്കാർക്ക് അറിയാൻ പാടുണ്ടായിരുന്നു. വേറെ ആർക്കും അറിയത്തില്ല. കാരണം അവർക്ക് ഒരു കമ്പെടുത്തിട്ട് അതിലിങ്ങനെ കെട്ടി, ആ കമ്പ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിൽ നിന്ന് നീളത്തിൽ കയറ് വലിച്ച് വേറൊരു കമ്പ് അതിൽ കെട്ടിയിട്ട് വൃത്തം വരക്കുമല്ലോ നമ്മൾ ഭൂമിയിൽ. അതറിയില്ലായിരുന്നു. വെറും പൊട്ടന്മാരായിരുന്നേ. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ വരക്കാറില്ല. നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാണല്ലോ, നമുക്ക് അതൊക്കെ വരക്കാം. കാരണം അവരുടെ കൈ അനങ്ങൂല, കാലനങ്ങൂല, അവർക്കൊരു വര വരക്കാൻ അറിയില്ല, അവർക്കൊരു വൃത്തം വരക്കാൻ അറിയില്ല. എന്തൊക്കെ മണ്ടത്തരമാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇതൊക്കെ വെറും കള്ളത്തരമാണ്. മനസ്സിലായ? ഈ ഇന്ത്യ 0 കൊടുത്തു എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലായിരിക്കും പറയുന്നത്. അതായത് ഭൂമിയിലോട്ട് ഇന്ത്യ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതിന് തുല്യമായിട്ട് പറയുന്നതാണത്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വബോധം ഉണ്ടെങ്കിൽ ചാലിച്ചൂടെ. ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഇത് മനസ്സിലാക്കാവുന്ന കാര്യമില്ല. പിന്നെ എങ്ങനെ ഇന്ത്യ കൊടുത്തെന്ന് പറയണം? എന്തൊരു നുണയാണ് പഠിപ്പിച്ചു തരുന്നത്. അടുത്തത്, നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷണൽ ജോയിൻറ്റിനെ സംബന്ധിച്ചിട്ടാണ് നമ്മുടെ നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. മനസ്സിലായി? അതായത് 2 വസ്തുക്കൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ വ്യത്യസ്തമായ ഡയറക്ഷൻസ് ഉണ്ടാവുക. ഇതിൽ നിന്നാണ് നമ്പർ സിസ്റ്റം ഉണ്ടാക്കിയത്. റോമൻ ലെറ്റേഴ്സ് എണ്ണത്തെ സംബന്ധിച്ചും ഡയറക്ഷണൽ ജോയിൻറ്റും സംബന്ധിച്ചിട്ടാണ് ഉണ്ടാക്കിയെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ഡയറക്ഷണൽ ജോയിൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 1, 2, 3 എന്ന് പറയുന്ന യൂണിവേഴ്സൽ നമ്പറുകൾ ഉണ്ടായത്. അത് ആദ്യം എഴുതുന്നത് നമ്മളിപ്പോൾ കാണുന്ന രീതിയിലല്ല. ജോയിൻറ്റുകൾ കൃത്യമായിട്ട് കാണിക്കണം. ഇപ്പം നമ്മൾ എഴുതുന്നതിൽ ജോയിൻ്റ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ 2 എന്ന് പറഞ്ഞ് എഴുതുന്നത് ഒരർത്ഥവുമില്ല അതിന്. ഒറിജിനൽ 2 ഇസഡ് പോലെയാണ് എഴുതേണ്ടത്. കാരണം 2 ജോയിൻറ്റുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസഡ് എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം, മേളിലൊരു ജോയിൻറ്റും താഴത്തൊരു ജോയിൻറ്റ്, അതാണ് 2. 3 എന്ന് എഴുതണമെങ്കിൽ നിങ്ങൾ പിന്നെന്താ പറയുക, ഒരു ഇസഡിൻ്റെ ഒരു ഭാഗം, പിന്നെ ഇപ്പുറത്തോട്ടുള്ളൊരു ഭാഗം, പിന്നെ ഇപ്പുറത്തോട്ടുള്ള, അതായത് നമ്മൾ എങ്ങനെയാണ് പറയുക,
സ്ട്രൈറ്റ് ലൈനായിട്ട് 3 വരക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. അവിടെ 3 ജോയിൻറ്റുകൾ ഉണ്ടാവും. ഈ 3 ജോയിൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 3 എന്ന് പറഞ്ഞ് ഉപയോഗിക്കണം. അല്ലാതെ 3 എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കാണിക്കുക? ഡിറക്ഷണൽ ജോയിൻറ്റുകളാണ് നമ്പറിൻ്റെ അടിസ്ഥാനം. ഇപ്പം നമ്മൾ എഴുതുന്നത് ഒരർത്ഥമില്ലാത്ത രീതിയിലാണ് ഇപ്പം നമ്മൾ എഴുതുന്നത്. ഇപ്പം ഞാൻ ഈ വരച്ചിരിക്കുന്ന ആ പച്ച നിറത്തിൽ ഡിറക്ഷണൽ ജോയിൻ്റ് എന്ന് എഴുതിയിരിക്കുന്നതിൽ അതിനെ ഒരു നമ്പറായിട്ട് വിളിച്ചത് 9 നിങ്ങൾ അതിൻ്റെ അകത്ത് എണ്ണി നോക്ക്, 9 അപ്പോൾ 9 എന്ന് പറഞ്ഞ സംഖ്യനെ കാണിക്കാൻ ഇങ്ങനെ വരച്ചാൽ മതി. 9 ഡിറക്ഷണൽ ജോയിൻറ്റുകളുണ്ട് അതിൻ്റെ അകത്ത്. ഇങ്ങനെയാണ് 9 വരെയുള്ള എല്ലാ സംഖ്യകളും ഉണ്ടാക്കിയിരിക്കുന്നത്. ജോയിൻ്റ് ഇല്ലാത്തത് എന്താണ്? ജോയിൻ്റ് ഇല്ലാത്തത് വൃത്തത്തിന് മാത്രമാണ്. വൃത്തത്തിൽ ജോയിൻ്റ് ഇല്ല, ഡിറക്ഷണൽ ജോയിൻ്റ് ഇല്ല. മനസ്സിലായോ? ആ ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ എത്തിച്ചേരും. അതാണ് 0. അത് ലോകത്താർക്കും അറിയില്ലായിരുന്നു. ബാക്കിയെല്ലാം പൊട്ടന്മാരാണല്ലോ. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതറിയുള്ളൂ. ഒരു എന്തൊക്കെ മണ്ടത്തരമാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു സി എന്നും ഐ എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അത് സി ഐ അല്ല, അത് വ് എന്ന് പറയുന്നതും എൽ എന്ന് പറയുന്നതുമായ 2 ശബ്ദരൂപങ്ങളെ കാണിക്കുന്നതാണ്. വെറും അങ്ങനെ ഒരു സി പോലെ എഴുതിയാലും അതും എന്തിന് തുല്യമാണ്? 0ക്ക് തുല്യമാണ്. കാരണം ജോയിൻ്റ് ഇല്ല അതിന്. ഇനി ജസ്റ്റ് ഒരു 1 എന്ന് പറഞ്ഞ് എഴുതിക്കോ, അതിനും ജോയിൻ്റ് ഇല്ല. അപ്പോൾ അതിനെ എന്തെന്ന് പറയാം? ജോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് അതിനെ 0 എന്ന് വിളിക്കാം. 1 ആ ജസ്റ്റ് ഒരു വര മാത്രം ഇട്ട് കഴിഞ്ഞാൽ. മനസ്സിലായോ? നമ്മളുടെ നമ്പർ സിസ്റ്റം ഡിറക്ഷണൽ ജോയിൻ്റ് ആണ്. ഡിറക്ഷണൽ ജോയിൻറ്റുകളെ കാണിക്കുന്ന രീതിയിലാണ് 1 മുതൽ 9 വരെയുള്ള ഒറിജിനലായിട്ട് ആദ്യം എഴുതിയിരുന്ന സംഖ്യ. പിന്നെ അത് മാറി മാറിയാണ് നമ്മൾ ഇങ്ങനെ വളച്ച് ജോയിൻറ്റുകൾ ഇല്ലാത്ത രീതിയിൽ വരക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് അറിയത്തില്ല ഈ നമ്പർ എവിടെ നിന്ന് വന്നെന്ന്. ബോധമില്ല. എന്താ ചെയ്യുക? അപ്പോൾ ഇങ്ങനെയുള്ള ഈ കള്ളത്തരങ്ങൾ പഠിപ്പിച്ച് ഇന്ത്യയാണ് 0 കൊടുത്തതെന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും സ്വബോധത്തോടെ ഇരുന്ന് ആലോചിക്കണം. ഒന്ന്, റിലേറ്റീവായിട്ട് ആബ്സെൻസിനെ മനസ്സിലാക്കാൻ ഭൂമിയിലെ ജീവികൾക്ക് പോലും പറ്റുന്ന കാര്യമാണ്. നിങ്ങളൊരു പട്ടിയുടെ മുമ്പിൽ അതിന് കഴിക്കാൻ വേണ്ടി ഇറച്ചി കഷ്ണം എടുത്തു കൊടുത്തു, എന്നിട്ട് പട്ടിയുടെ തല അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറച്ചി കഷ്ണം എടുത്തു. ആ പട്ടി ആ ഇറച്ചി കഷ്ണം അവിടെ അന്വേഷിച്ച് നടക്കും. ബിക്കോസ് അതിന് ആ ആബ്സെൻസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലും ബാക്കിയുള്ള നാട്ടുകാർക്ക് ഇല്ലായിരുന്നു എന്ന് പറയുന്ന പുച്ഛിക്കുന്നതിന് തുല്യമല്ലേ ഈ മണ്ടത്തരം പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇന്ത്യയാണ് 0 കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് പറയുന്നത്. ഇനി ഷെയ്പ്പാണോ? ഷെയ്പ്പിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനും പിന്നെ എന്ത് ഷെയ്പ്പാണ്? സൺ എക്ലിപ്സും മൂൺ എക്ലിപ്സും നടക്കുമ്പോൾ എന്ത് ഷെയ്പ്പാണ്? ഇനി നമ്പർ സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഡിറക്ഷണൽ ജോയിൻറ്റ് വെച്ചിട്ടാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഡിറക്ഷണൽ ജോയിൻറ്റ് ഇല്ലാത്തത് എന്താണ്? വൃത്തം. ഇനി ഗമാത്രകമായിട്ട് ഈ 13 വൃത്തങ്ങൾ വെച്ചിട്ട് ഈ തരത്തിൽ ഡിവൈഡ് ചെയ്യുന്ന ലോകത്താർക്കും അറിയില്ലായിരുന്നു. ഈ ഗമാത്രികം എന്ന് പറയുന്നതാണ് നിങ്ങൾ വിളിക്കുന്ന ജിയോമെട്രി തെറ്റായ വാക്കാണ്. ഗമാത്രികം എന്നാണ് കറക്റ്റ്. അപ്പോൾ ഇത് യൂണിവേഴ്സലാണ്. ഏതൊരാൾക്കും അറിയാവുന്ന കാര്യം, ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇന്ത്യക്കാർക്ക് മാത്രമേ റിലേറ്റീവായിട്ടുള്ള ആബ്സെൻസ് അറിയാൻ പറ്റുള്ളൂ. അതായത് ഈ പ്രപഞ്ചത്തിന് ഒരു ശൂന്യതയുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വെറും മണ്ടന്മാർ. ശൂന്യത ഉണ്ടത്ര. ആ റിലേറ്റീവ് ആബ്സെൻസ് ആണ്, അല്ലാതെ ഒന്നും ഇല്ലാത്ത അവസ്ഥയില്ല. അങ്ങനെ പറ്റില്ല. ഒന്നും ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സ്റ്റേറ്റിലിരിക്കുന്ന വസ്തുക്കൾ, അതായത് ഖരം, ദ്രവം, വാതകം, ഈ 3 അല്ലാത്ത അവസ്ഥ പ്രപഞ്ചത്തിലില്ല. അങ്ങനെ ഉണ്ടെന്ന് ഇപ്പോൾ കള്ളശാസ്ത്രവാദികൾ പറയും. നത്തിങ്നെസ്. മനസ്സിലായി? നത്തിങ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഒറിജിനൽ അർത്ഥം തന്നെ ഉള്ളതെന്നാണ് അർത്ഥം. മനസ്സിലായോ? അങ്ങനെ ഇല്ലാത്തതായിട്ട് പൂർണ്ണമായും ഒന്നുമില്ലാത്ത അവസ്ഥയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഇല്ലാത്ത അവസ്ഥയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒന്നുമില്ല. അത് വാദിക്കുന്നവൻ കാണിച്ചു തരാൻ ബാധ്യസ്ഥനാണ്, അല്ലേ? അതുണ്ടെന്ന് പറയുന്നവൻ, ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയണേ സൂപ്പർമാൻ ഉണ്ട് കേട്ടോ, ഉണ്ട്, എന്നാൽ കാണിക്കുക. അതുണ്ടെന്നും അത് പഠിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരാൾ അത് കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഈ കള്ളത്തരമാണ് ഈ ലോകത്തിന് ഇന്ത്യ കൊടുത്തെന്ന് പറയുന്നത്. ആൾക്കാരുടെ മനസ്സിനെ ഇട്ട് വട്ടം തിരിപ്പിക്കാൻ വേണ്ടി. ശൂന്യത. നിങ്ങൾക്കറിയാവോ? ശൂന്യ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണത്തിൽ ലയിച്ച ബോധ്യം എന്നാണ്. അതിനെക്കുറിച്ചുള്ള ബോധം, അതിനെയാണ് ശൂന്യം എന്ന് പറഞ്ഞാൽ. ഇനി അത് പറയണമെങ്കിൽ എങ്ങനെ പറയണം? ശൂഹ് ന്യ എന്ന് പറയണം. ഷ് ഇല്ലാത്ത ബോധം എന്നാണ്. ഷീൽ ലയിക്കാത്ത ബോധം, അതാണ് ശൂഹ് ന്യ എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിൻ്റെ അർത്ഥം അതില്ല എന്നല്ല. അടിസ്ഥാന ഗുണത്തിൽ ലയിക്കാത്ത ബോധം എന്നേ അർത്ഥമുള്ളൂ. അത് ബോധമാണ്. നമ്മൾ അടിസ്ഥാന ഗുണത്തെക്കുറിച്ചിട്ട് ബോധമില്ലാതിരിക്കുന്ന അവസ്ഥ, അറിയാത്ത അവസ്ഥ, അതാണ് ശൂഹ് ന്യ എന്ന് പറഞ്ഞാൽ. ഒറിജിനൽ വാക്ക് ഹ്യൂം എന്നാണ്. ഏത്?
ഒരു വൃത്തം വരച്ച് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ല. ഒന്നുമില്ലാത്തതല്ല, ഏറെവണയുണ്ട്. പക്ഷേ നമ്മളൊരു കറുപ്പ് നിറം കാണിച്ചിട്ടൊന്നുമില്ല, അതിന് ഹ്യൂം എന്നാണ് പറയുക. അത് ഹൂമാണ്, ഹൂം എന്നാണ് അതിന് പറയുക, അല്ലെ ഹം എന്ന് പറയും. അല്ലാണ്ട് അത് ഷൂഹ് അല്ല. അതുപോലും അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഷകളും ഉണ്ടായിരിക്കുന്നത് ഒരു സോഴ്സ് ലാംഗ്വേജാണ്. സസംഗ ശബ്ദവർഷം എന്ന് പറയും, അല്ലെങ്കിൽ സസംഗ ബോധവർഷം. ഈ ഭാഷയിൽ നിന്നുള്ള വാക്കുകളാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആർക്കും അറിയത്തില്ല ഈ വാക്കുകൾ എവിടെ നിന്ന് വന്നെന്നോ ആ ഓരോ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്നോ ആർക്കും അറിയില്ല. അപ്പോൾ തോന്നണത് പോലെ ആ ഒറിജിനലി പറഞ്ഞിരുന്ന വാക്കുകൾ അർത്ഥം മാറ്റിയിട്ട് ഇല്ലാത്ത കുറേ മീനിങ്ങുകൾ കൊടുക്കുകയാണ്. മനസ്സിലായി? ശൂന്യ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നത് അടിസ്ഥാന ഗുണത്തിൽ ലയിച്ച ബോധത്തെയാണ്. അത് മാറ്റിയിട്ട് അതിനെ സീറോ എന്നാക്കി, പൂജ്യം എന്നാക്കി. പൂജ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഒരു ശക്തിയുള്ള ആവിഷ്കരിക്കപ്പെട്ട ഗുണത്തിനെ വിളിക്കുന്ന പേരാണ് പൂജ്യം എന്ന് പറഞ്ഞാൽ. അതും ഉള്ള കാര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്, ഇല്ലാത്ത കാര്യമല്ല അത്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഉള്ള വാക്കുകൾ, അതായത് ഉണ്ടെന്ന് കാണിക്കുന്ന വാക്കുകൾക്ക് ഇല്ല എന്നുള്ള അർത്ഥം കൊടുത്തിട്ട് കുറേ വൃത്തികെട്ട വാക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ മനുഷ്യരെ മുഴുവൻ പറ്റിക്കുകയാണ്. മനുഷ്യരെന്ന് വിളിക്കാൻ പാടില്ല, അദ്വൈതാർത്ഥങ്ങളെ മുഴുവൻ പറ്റിക്കുകയാണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഇത് വിശ്വസിക്കാതിരിക്കുക. ഭൂമിയിലുള്ള എല്ലാ ആൾക്കാർക്കും വൃത്തം കണ്ടാൽ തിരിച്ചറിയാം, വൃത്തം വരക്കാൻ പറ്റും, വൃത്തത്തെ അവർക്ക് സൂര്യനും ചന്ദ്രനും നോക്കുമ്പോൾ വൃത്തം അറിയാൻ പറ്റും, സൺ എക്ലിപ്സ് മൂൺ എക്ലിപ്സിൽ അവർക്ക് വൃത്തം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, വൃത്തം വരക്കാനുള്ള കഴിവുണ്ട്, വൃത്തത്തെ ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഡിറക്ഷണൽ ജോയിൻറ്റ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, ഇനി ഡിറക്ഷണൽ ജോയിൻറ്റിലില്ലാത്ത വൃത്തത്തിലില്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ട്. അതിനെയാണ് കോമണാലിറ്റി ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയും, അനുഭവത്തിൻ്റെ സമാനത. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഇനിയും അത് വിശ്വസിക്കാൻ നിൽക്കരുത്. എത്ര പൊട്ടന്മാരാണ് ഇത് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇന്ത്യയാണ് സീറോ കോൺട്രിബ്യൂട്ട്. അവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന വേറെ അർത്ഥത്തിലായിരിക്കും. ഇന്ത്യ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അതാണ് ഇന്ത്യക്കാകെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു യോഗയാണ്. അതാണെങ്കിൽ ഒരു കള്ളത്തട്ടിപ്പാണ് യോഗ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കള്ളത്തട്ടിപ്പാണ് യോഗ. യോഗയുടെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ തട്ടിപ്പ്. അതായത് നമ്മളെ വെറുതെ നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനം നമ്മളൊന്നും ചെയ്യത്തുമില്ല. ഇല്ലാത്ത കുറേ കാര്യങ്ങളും മണ്ടത്തരങ്ങളൊക്കെ നമ്മുടെ തലയിൽ വെക്കുകയാണ്. ഓ, നമ്മളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കോപ്പാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ലോകത്ത് ആർക്കും അറിയാൻ പറ്റാത്തതാണെന്ന്? സിമ്പിൾ കാര്യങ്ങളല്ലേ. ഒരു ജനിച്ച കുഞ്ഞിനെ പോലും ഈ ചിത്രങ്ങൾ കണ്ടാൽ അത് വൃത്തമാണെന്നറിയില്ലെങ്കിൽ അതുപോലെ വരക്കാൻ പറഞ്ഞാൽ ആ കൊച്ചു അതുപോലെ വരക്കാൻ ശ്രമിക്കും. ഒരു കോമ്പസ് ഇതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ വരക്കൂ. അത്രയും ചെറിയ കാര്യമല്ലേ ഇത്. എന്നിട്ടാണോ നമ്മളാണ് കണ്ടുപിടിച്ചതെന്ന് പറയണത്? എന്തൊരു വൃത്തികേടാണ് പറയുന്നത്, എന്തൊരു അബദ്ധമാണ് പറയുന്നത്, എന്തൊരു എന്താ പറയുക, കള്ളത്തരമാണത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് നമ്മളിവിടെ പറ്റിക്കുന്നത്.